വെൽക്കം ടു PathusMiniKitchen. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു, നല്ല നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. താങ്ക് യു ഫോർ ട്രൈങ് ഇറ്റ് ഔട്ട്. നന്ദി ഗൈസ്, നന്ദി. ഓക്കെ, ഇനി ഇംഗ്ലീഷ് പറഞ്ഞൊന്നും പറഞ്ഞാൽ എൻ്റെ പുറകെ വരും ചിലരൊക്കെ കൂടെ. ഐ ഡോണ്ട് വാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്, നമ്മളൊരു തന്തൂരി ചിക്കൻ ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തന്തൂരി ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഒരു ബണ്ണ്, അതും ഫുൾ ഫ്രം സ്ക്രാച്ച്. ഓക്കെ, A to Z, ഫ്രം ദ ബൺ ടിൽ ദ ചിക്കൻ ഫില്ലിങ്, എല്ലാം ഫ്രം സ്ക്രാച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളുടെ തന്തൂരി ചിക്കൻ ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്കൊരു 500 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ 1 ഇഞ്ച് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തേക്കുന്ന ചിക്കനാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ പ്യൂരി ചെയ്തേക്കുന്ന ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഹാഫ് എ കപ്പ് ഓഫ് യോഗട്ട്, ഇതിലേക്ക് ഒരു 1.5 or 1 ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഡോയിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ മാവിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിനൊരു ബൗൾ എടുത്ത് വെക്കാം. അതിനകത്തോട്ട് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് ചെറുചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡോ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. യു സി. ഓക്കെ, കഷ്ടപ്പാടാണ് ഗൈസ്. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വരും, ഈസ്റ്റൊക്കെ ഇട്ടേക്കുന്ന കാരണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോ ഡ്രൈ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തുണി ഇങ്ങനെ നനച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡോ ഡ്രൈ ആവാതെ ഇരുന്നോളും. 1 മണിക്കൂറത്തേക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ഫില്ലിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ മാരിനേഷൻ ഉൾപ്പെടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ്
ഡ്രൈ റോസ്റ്റ് പോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളമുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ജസ്റ്റ് വറ്റിച്ചെടുത്താൽ മതി. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മിഡിലായിട്ടൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ട് അതിനകത്തൊരു കോൾ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ട് മൂടി വെക്കണം. എന്നിട്ട് മറ്റേ കോളിൻ്റെ ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അല്ല കോളിൻ്റെ ഒരു ചിക്കൻ തന്തൂരിയിൽ നിന്ന് ഒരു കോളിൻ്റെ ഒരു ഇതുണ്ടാവില്ല, ഗ്രില്ല് ചെയ്തെടുക്കുകയല്ല നമ്മൾ സാധാരണ ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, നമ്മളുടെ കോള് വന്നിട്ടുണ്ട്. ചൂടാണ് കേട്ടോ. നമ്മളുടെ മൂടി നമുക്ക് ഫസ്റ്റ് തന്നെ അടുത്തെടുത്ത് വെച്ച് ഓയിൽ കോരി ഒഴിക്കാം. ഓക്കെ, നമ്മളുടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, സെറ്റായി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അതിനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. ചൂടാറിയിട്ട് ചിക്കന് ചൂടാറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതെടുത്ത് മാറ്റി വെക്കുക, സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ ഡോ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് പോയിട്ട് ചെറിയൊരു ചിന്ന കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ മൂടിൽ അങ്ങനെ മുഴുകി എവിടെ തന്നെ ഇരുന്നു. അപ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊങ്ങിയതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ഡീഫ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എയറൊക്കെ മൊത്തം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 12 ബോളാക്കി എടുക്കാം. മാക്സിമം 12 ബോൾ. ഓക്കെ, സാധനം ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈദ വെച്ചിട്ട്. ജസ്റ്റ് ഒന്ന് പരത്താം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് പരത്താൻ പറ്റില്ല. അമിക്കാൻ ഇതിലോട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങും കുറച്ച് മസാല ചീസും വെച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മസാല ചീസ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് 2 സൈഡിൽ നിന്ന് ഒടിക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക. ജസ്റ്റ് പിൻ ചെയ്യുക. ഈ എക്സസ് എടുത്താണ് മാറ്റിക്കോ. ബാക്കിയുള്ളത് ഇങ്ങനൊരു ബോളിലോട്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളെ ബേക്കിംഗ് ട്രേയിൽ കൊണ്ടുപോയി വെക്കാം. ബേക്കിംഗ് ട്രേ ഓൾറെഡി എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗീ അല്ലെങ്കിൽ ബട്ടർ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തു കൂടെ ജസ്റ്റ് ഒന്ന് മൈദ തട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തു കൊണ്ട് വെക്കുക. അതിൽ അടി പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരെണ്ണം ഭയങ്കര ചെറുതായിപ്പോയി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഭയങ്കര ചെറുതായിപ്പോയി. ഓക്കെ, പ്രശ്നമില്ല. ഇതിൻ്റെ പുറത്ത് എഗ് വാഷ് ചെയ്യുക. ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ സൈസും മറ്റേ എള്ളില്ലേ ബ്ലാക്ക് സൈസും അല്ലെങ്കിൽ വൈറ്റ് സൈസും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം മുകളിൽ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റെ അടുത്ത് അതില്ല, തീർന്നു കേസ്, ഞാൻ മറന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു ബേക്കിംഗ് ട്രേ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി നമ്മളുടെ ഓവൻ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
നമ്മളുടെ ഓവൻ ഓൾറെഡി 180°C നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്സിന്. അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ നാൻ ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫില്ലിംഗ് ഒക്കെ കണ്ടല്ലോ, സെറ്റാണ് സാധനം. ഞങ്ങൾ തിന്നൊക്കെ നോക്കി, എല്ലാവരും തിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പോൾ കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.